ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൻപയർ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ഗ്രാം വൻപയർ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയെടുത്തതാണ്. ഇത് നമുക്കൊരു കുക്കറിലിട്ട് വേവിക്കാം. കുക്കറിലേക്ക് പയറിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ചധികം ആയാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസിലടിപ്പിച്ച് വേവിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ നല്ലതുപോലെ പഴുത്തത് നല്ലതുപോലെ അരച്ചെടുക്കുക. ടൊമാറ്റോ പ്യൂരിയാക്കി തന്നെ എടുക്കണം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു വലിയ കടായി വെക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ നെയ്യിലാണ് ഇത് കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതല്പം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ്, നല്ല ജീരകത്തിൻ്റെ പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ടൊമാറ്റോയുടെ ആ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് മാറാതെ നമ്മൾ ഇത് പയർ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അതുകൊണ്ട് ഇത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടൊമാറ്റോയിലെ വെള്ളമെല്ലാം പറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. അതിലെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ വെള്ളത്തിൽ തന്നെ കുറച്ചും കൂടി ഇതൊന്ന് വേവണം. അതിനായിട്ട് നമുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഈ പയറിലെ വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള നല്ല കട്ടിയുള്ള തടിത്തവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തവി വെച്ചിട്ട് ഇതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഇത് സ്മാഷ് ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ ഈ കറിക്കൊരു നല്ല തിക്നെസ് കിട്ടുള്ളൂ. ഇത് മുഴുവനും സ്മാഷ് ചെയ്ത് കുറച്ച് പയർ അങ്ങനെ വെച്ചേക്കണം. ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഈ പയർ നല്ലതുപോലെ അങ്ങ് തിക്കാവും ഈ കറി. അപ്പോൾ കുറച്ചും കൂടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്, കുറച്ചൊഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ പയറിൽ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ കറി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് കിട്ടണം. ചെറിയ തീയിലിട്ട് ചെയ്യണം, ബട്ടർ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഈ കറിക്ക് നല്ലൊരു സ്മെല്ലാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമ്മുടെ കറി ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്തൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു മണത്തിനാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ മിക്കവാറും ഈ കസ്തൂരി മേത്തി കാണും. ഞാനിതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്.
ഇത് നമുക്ക് വല്ലപ്പോഴൊക്കെ പയർ നമ്മൾ എപ്പോഴും തോരനൊക്കെ വെക്കാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ ഈ കറി ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരല്പം ഫ്രഷ് ക്രീം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇത് ഞാൻ കറി മൊത്തം ചേർത്തിട്ടില്ല. ഇത് ചപ്പാത്തിയുടെ കൂടെയും നമ്മുടെ പച്ചരി വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഞാൻ അടുത്തൊരു നല്ല ഡിഷുമായി വരുന്നത് വരേക്കും